ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക, ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ കേരള നിയമസഭയിൽ ഒരുപാട് ആളുകളുണ്ട്, SC/ST വിഭാഗക്കാരൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് ഇവിടെ ഈ പാർലമെൻറ്റിനകത്തുണ്ടല്ലോ ഒരാൾ 8 തവണയിലധികമായി MP ആയിട്ട് പായയും കിടക്കയും പാർലമെൻറ്റിനകത്ത് വെച്ചിരിക്കുകയാണ്, എപ്പോഴും ജയിക്കും. ഒരു SC വിഭാഗക്കാരൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന പാവപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട കുട്ടിയുടെ ആനുകൂല്യം നിരസിച്ചിട്ട് അതൊന്ന് കേരളത്തിൻ്റെ അവിടുത്തെ വകുപ്പ് മന്ത്രിയെ വിളിച്ച് പറയാൻ തയ്യാറാകാത്ത MP-മാരും കേരള നിയമസഭയ്ക്കകത്ത് SC വിഭാഗത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ SC വിഭാഗക്കാരനാണ് എന്ന് പറയാൻ മടിയുള്ളവരുമുള്ള കേരളത്തിൽ ഇനി ആളെ മാറ്റണമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നെപ്പോലെ ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കൃത്യതയോട് കൂടിയിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. എങ്ങനെ? അല്ല, അത് എനിക്കറിയില്ല. ഞാൻ ഒന്നാമത് നിങ്ങളോടാണ് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് സംസാരിക്കാൻ സാധിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ച് അതായത് ഭാരതത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് അത് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഒക്കെ ഒരു നാടാണ്. അവിടെ എവിടെയും ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളും നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലായി. എന്താ അർത്ഥം? ശോഭാ സുരേന്ദ്രൻ ഇവിടെ കുംഭമേളയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നു, ബ്രിട്ടാസ് കുംഭമേളയ്ക്ക് എതിരായിട്ട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപി വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോയിട്ടില്ലല്ലോ. ഡൽഹിയിൽ വരുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വിശദമായിട്ടൊന്ന് ചോദിച്ചതിന് ശേഷം, ഞാൻ കേരളത്തിൽ പോകുന്നുണ്ടല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട്, അവിടെ എത്തിയിട്ട് ഞാനതിന് മറുപടി പറയാം. ഇപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാണണം, നിങ്ങൾ സുരേഷ് ഗോപി അല്ല, എനിക്ക് എന്നോടല്ല, അതായത് ഇപ്പോ ഞാൻ ഇവിടെ സംസാരിച്ചത് അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നോക്കൂ, ജാതിക്കും മതത്തിനും അതീതമായി കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സനാതന സംസ്കൃതി നിലനിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അദ്ദേഹം ഏത് കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇവിടെയായിരുന്നു. അപ്പോൾ അല്ലല്ല, സുരേഷ് ഗോപി സാർ മന്ത്രിയാണ്, അദ്ദേഹം സംസാരിച്ചത് എന്താണ് എന്നും അതിൻ്റെ ഉത്തരം, അതായത് നിങ്ങൾക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നുന്നു എന്നിരിക്കട്ടെ, അദ്ദേഹം സംസാരിച്ച പോർഷനിൽ ഇന്ന ഭാഗത്ത് ഞങ്ങൾക്ക് അർത്ഥം മനസ്സിലായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ വീണ്ടും ആ ചോദ്യം എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി ചോദിക്കണം. എങ്ങനെ? ഞാനിപ്പോൾ അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അത് കേട്ടിട്ടില്ല, ഞാൻ അത് വാർത്തയും കണ്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, കാരണം ഞാൻ ഇവിടെ ആയിരുന്നില്ല. ഞാൻ ഇപ്പോൾ വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് എൻ്റെ മലയാളികളായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കേരളത്തിലേക്ക് വന്നിരിക്കുക. കേരളത്തിലല്ലല്ലോ. എങ്ങനെ? ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ഈ കമൻറ്റുകളെ കുറിച്ച് 100 കണക്കിന് മഠാധിപതികൾ, സന്യാസി ശ്രേഷ്ഠന്മാർ, അവർ രേഖാമൂലവും അല്ലാതെയും അവർ അയച്ചു തന്നിട്ടുള്ള വിവരങ്ങൾ എൻ്റെ ഫോണിനകത്തുണ്ട്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ, എനിക്ക് ആരും സുരേഷ് ഗോപി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതായിട്ട് എൻ്റെ ഫോണിലേക്ക് ആരും അയച്ചിട്ടില്ല. ആ പ്രസ്താവന മാറ്റി നിർത്തും, സുരേഷ് ഗോപിയുടെ പ്രസ്താവന മാറ്റി നിർത്തും. ഉന്നത കുലജാതർ എന്ന പ്രയോഗം ഈ നൂറ്റാണ്ടിൽ അത് യുക്തിയാണോ? അത്തരം പ്രയോഗങ്ങളിൽ, അതായത് ഈ നൂറ്റാണ്ടിലും അത് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് സനാതന ധർമ്മത്തെക്കുറിച്ചാണ്. സനാതന ധർമ്മത്തിനകത്ത് എവിടെയും ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹവും നിങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്നതിനെക്കുറിച്ച് എനിക്കിപ്പോൾ മറുപടി പറയണമെങ്കിൽ ഞാനത് പഠിച്ചിട്ടേ പറയാൻ പറ്റൂ. അപ്പോൾ അത് 3 തവണ ചോദിച്ചാലും 4 തവണ ചോദിച്ചാലും എൻ്റെ ഉത്തരം ഒന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയും അവരെല്ലാവരും കഷ്ടപ്പെടുകയും കഠിനാധ്വാനം നടത്തുകയും ലോകം മുഴുവൻ ഇന്ത്യക്കാരെ, നമ്മുടെ രാജ്യക്കാരെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലാംശത്തിൽ എനിക്ക് പറയാനുള്ളത്, ലോകം ഉറ്റുനോക്കുന്ന കുംഭമേളയെക്കുറിച്ചാണ്. മറ്റ് സബ്ജക്റ്റുകൾ ഇനി വീണ്ടും പറയാമല്ലോ, നാളെയോ മറ്റന്നാളോ ഒക്കെ നമുക്ക് പറയാം.